നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ 100 ദിവസം എന്നതൊരു സർക്കാരിന് അന്തിമ മാർക്ക് നൽകാനുള്ള കാലയളവല്ല. 5 വർഷത്തെ ഭരണത്തിൽ വെറും 100 ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ 1826 ദിവസങ്ങളുടെ ഭരണകാലയളവിൽ 100 ദിവസം മാത്രം. അതുകൊണ്ടൊരു സർക്കാരിന്റെ മുഴുവൻ പ്രകടനവും അളക്കുക നീതിയുമല്ല. എന്നാൽ 100 ദിവസം എന്നത് സർക്കാരിന്റെ ദിശ തിരിച്ചറിയാനുള്ള മതിയായ സമയമാണ് എന്ന് വേണം വിലയിരുത്തേണ്ടത്. ആദ്യ 100 ദിവസം സർക്കാർ ഏത് വഴിയിലേക്കാണ് നടക്കുന്നത്, ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഭരണത്തിന്റെ മുൻഗണനകൾ എന്തൊക്കെയാണ്, മുൻ സർക്കാരിന്റെ പിഴവുകളിൽ നിന്ന് എന്താണ് പഠിച്ചത്, ഇതൊക്കെ തിരിച്ചറിയാൻ ഈ കാലയളവ് മതിയാകും. മാത്രമല്ല, നീണ്ട 10 വർഷത്തെ ഭരണത്തിൽ നിന്ന്, നീണ്ട 10 വർഷത്തെ അഴിമതിയും അരാജകത്വവും നിറഞ്ഞ ഒരു ഭരണത്തിൽ നിന്ന്, ഒരു ധാർഷ്ട്യ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മോചനം കിട്ടിയതിന്റെ 100 ദിവസം കൂടിയാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യമുണ്ട്. അതിനേക്കാൾ മറ്റൊരു പ്രാധാന്യം ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇനി കേരളത്തിൽ 2 പ്രസ്ഥാനം, 2 പാർട്ടിയാണ് പരസ്പരം നേർക്കുനേർ പോരാടാൻ പോകുന്നത്. അതിൽ ഇടതുപക്ഷം അപ്രസക്തരായി കഴിഞ്ഞു എന്നുള്ളതും, ഇനി BJPയും കോൺഗ്രസുകാരുമാണ് നേരിട്ട് പോരാട്ടത്തിലേക്ക്, യോധയിലേക്ക് ഇറങ്ങുന്നത് എന്നും പറയുമ്പോൾ അതിന് കുറച്ചുകൂടി രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുകയാണ്. കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ തീർച്ചയായും അതുതന്നെയാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഭരണം വന്നതിന് ശേഷമുള്ള 100 ദിവസത്തെ, പിണറായി ഭരണം ഒഴിഞ്ഞുപോയതിനു ശേഷമുള്ള 100 ദിവസത്തെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അവിടെ നിന്നാണ് VD സതീശൻ സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തെ രാഷ്ട്രീയമായി കേൾക്കേണ്ടത്. 10 വർഷത്തെ ഇടത് ഭരണത്തിനു ശേഷം അധികാരത്തിലേറിയ സർക്കാരിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളികൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമായിരുന്നില്ല, പഴയ ഭരണത്തിന്റെ ജനവിരുദ്ധ ശീലങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നതുകൂടിയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങളും ആരോപണങ്ങളും ഭരണപരമായ വീഴ്ചകളും ജനങ്ങളിൽ സൃഷ്ടിച്ച അസന്തോഷവും സതീശനൊരു തുറന്ന രാഷ്ട്രീയ പാഠപുസ്തകം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നത് തന്നെ ഒരു വലിയ ഭരണ നേട്ടമാണ് സതീശന്. ഓണക്കാലത്ത് വിപണിയിൽ സർക്കാർ ഇടപെട്ടതിന്റെ ഏറ്റവും പുതിയ ചിത്രം സപ്ലൈകോയുടെ കണക്കുകളാണ്. ഓഗസ്റ്റ് 24 ഉച്ചവരെയുള്ള കണക്കനുസരിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് 33 ദിവസത്തിനിടെ സപ്ലൈകോയുടെ ഓണക്കാല വിറ്റുവരവ് എന്ന് പറയുന്നത് 391.75 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം 35 ദിവസത്തിൽ രേഖപ്പെടുത്തിയ 385 കോടി രൂപയുടെ വിറ്റുവരവിനേക്കാൾ കൂടുതലാണിത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ കണക്ക് കേൾക്കാനും. ഓഗസ്റ്റ് 1 മുതൽ മാത്രം 320 കോടി രൂപയുടെ വിൽപ്പന നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് വെറും ഒരു കച്ചവട കണക്ക് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ഓണം എന്നത് മലയാളിയുടെ കുടുംബ ബജറ്റിനെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്ന ഒരു കാലമാണ് എന്ന് മലയാളികൾക്കെല്ലാം അറിയാം. അരി മുതൽ പല വ്യഞ്ജനങ്ങൾ വരെ വില ഉയരുമ്പോൾ സാധാരണക്കാരന്റെ അടുക്കളയിലാണ് സർക്കാരിന്റെ നയത്തിന്റെ യഥാർത്ഥ ഫലം അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ അപ്പോഴാണ് സാധാരണക്കാരൻ ഈ വിലക്കയറ്റം മുതലായ പ്രശ്നങ്ങളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ തുടങ്ങുന്നത്, അതിനെ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നത് എന്ന് വേണം ഒരു തരത്തിൽ പറയാൻ. അതുകൊണ്ടാണ് സപ്ലൈകോ പോലുള്ള പൊതു സംവിധാനങ്ങളുടെ വിപണി ഇടപെടൽ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ ജനജീവിതവുമായി ബന്ധപ്പെടുന്നത്. സതീശൻ സർക്കാരും ഇതിനൊരു പ്രധാന മുൻഗണനയായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ എത്തിക്കുകയും വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ ഇടപെടുകയും ചെയ്തതായി മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. ഇവിടെയാണ് പിണറായി ഭരണകാലത്തെയും സതീശൻ ഭരണകാലത്തെയും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടത്. പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. വികസനത്തിന്റെ പേരിൽ വലിയ പദ്ധതികളും ഭരണത്തിന്റെ പേരിൽ വലിയ അവകാശവാദങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ 10 വർഷം പിന്നിടുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആ ഭരണത്തിന്റെ ചിത്രത്തോടൊപ്പം ഒട്ടേറെ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഈ ഭരണകൂടത്തോടുള്ള അകലവും ഒക്കെ, അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ പതിഞ്ഞു, അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ പൊതിഞ്ഞു എന്ന് വേണം പറയാൻ. അധികാരത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു പോകുന്ന അധികാരമാണ്, അല്ലെങ്കിൽ അകന്നു പോകുന്ന പൊതുപ്രവർത്തകരാണെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ സതീശന്റെ മുന്നിലുള്ള ആദ്യ പരീക്ഷണം ഞാൻ പിണറായി അല്ല എന്ന് തെളിയിക്കലായിരുന്നു. അതിന് വലിയ തത്വചിന്തയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് സർക്കാർ സമീപത്തുണ്ടെന്ന് തോന്നണം. സർക്കാർ ഓഫീസിൽ ചെന്നാൽ സാധാരണക്കാരന്റെ വാക്ക് കേൾക്കണം. ക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടരുത്. ഓണക്കാലത്ത് വിപണിയിൽ ഇടപെടണം. ഭരണ സംവിധാനത്തിൽ ഏകോപനം വേണം. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം. സതീശൻ തന്നെ വ്യക്തമാക്കുന്നത് കഴമ്പുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താൻ സർക്കാരിന് മടിയില്ല എന്നും നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല എന്നുമാണ്. ഇതാണ് ഭരണത്തിലെ അടിസ്ഥാന വ്യത്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് വേണം
പറയാൻ. സർക്കാർ വിമർശനത്തിന് അതീതമല്ല, പക്ഷേ വിമർശനത്തെ നേരിടുന്ന രീതിയാണ് ഒരു സർക്കാരിന്റെ രാഷ്ട്രീയ സംസ്കാരം അത് വ്യക്തമാക്കുന്നത്. ആദ്യ 100 ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിലെ രൂപീകരണം തുടങ്ങിയ നടപടികളും സതീശൻ സർക്കാരിന്റെ നേട്ടങ്ങളായി ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ്. ഇതെല്ലാം ചേർത്ത് വെച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: 100 ദിവസം കൊണ്ട് അത്ഭുതം സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു മാറ്റത്തിന്റെ ദിശ അല്ലെങ്കിൽ മാറ്റത്തിന്റെ കാറ്റ് അത് കാണാനുണ്ട്. അതേസമയം സതീശൻ സർക്കാരിന്റെ വിമർശനങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതും രാഷ്ട്രീയ സത്യസന്ധതയൊന്നുമല്ല. പ്രളയകാലത്തെ മുന്നൊരുക്കം ഉൾപ്പെടെ ചില മേഖലകളിൽ സർക്കാരിന് വീഴ്ചകൾ സംഭവിച്ചു എന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. PM-ശ്രീ പദ്ധതി സംബന്ധിച്ച നിലപാട് മാറ്റം ഉൾപ്പെടെ രാഷ്ട്രീയ ചോദ്യങ്ങളും സർക്കാരിനെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൂടി ചേരുന്നത് തന്നെയാണ് ജനാധിപത്യം എന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഒരു സർക്കാരിനെ വിമർശിക്കാം, എന്നാൽ 100 ദിവസത്തെ പ്രകടനവും വിലയിരുത്തുമ്പോൾ നേട്ടവും വീഴ്ചയും രണ്ടും കാണണം. ഇവിടെയാണ് പിണറായി വിജയൻ ഉയർത്തിയ പല ആരോപണങ്ങളുടെയും രാഷ്ട്രീയ മുന പരിശോധിക്കേണ്ടത്. വിലക്കയറ്റം മുതൽ ഭരണ നിലവാരം വരെ സതീശൻ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഓണക്കാല വിപണി ഇടപെടലിൽ ലഭിക്കുന്ന കണക്കുകൾ ആ വിമർശനങ്ങൾക്ക് കുറഞ്ഞത് ഒരു തിരിച്ചടിയെങ്കിലും നൽകുന്നുണ്ട്. സപ്ലൈകോ കഴിഞ്ഞ വർഷത്തെ ഓണക്കാല വിൽപ്പന മറികടന്നത് അതിന്റെ കണക്ക് കൂട്ടാവുന്ന ഉദാഹരണമാണ്. ഇതിനിടയിൽ മറ്റൊരു തമാശ കൂടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. നമ്മുടെ പിണറായി വിജയന്റെ മരുമകൻ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ശ്രീ P. മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു പ്രസ്താവന ഈ ഇടയ്ക്ക് വർദ്ധിച്ചു വരുന്ന വെളിച്ചെണ്ണയുടെ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തെപ്പറ്റി അതിൽ വളരെ രസകരമായി കണ്ട ഒരു ആക്ഷേപ അല്ലെങ്കിൽ ഒരു പരിഹാസ കമന്റായിരുന്നു: അമ്മായിയച്ഛൻ അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ 500 രൂപയ്ക്ക് മുകളിൽ ഈ വെളിച്ചെണ്ണയുടെ വില ഉയർന്നപ്പോൾ ഈ മരുമകൻ എവിടെയായിരുന്നു, വായിൽ എന്തായിരുന്നു എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് കേരളത്തിലെ വിലക്കയറ്റ പ്രശ്നം അവസാനിച്ചു എന്നൊന്നും സതീശൻ സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു എന്നൊന്നും പറയുന്നത് ശരിയല്ല. പക്ഷേ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന രാഷ്ട്രീയ പ്രചരണത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു കണക്കെങ്കിലും സതീശന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഇനി ആരാണ് പ്രധാന പ്രതിപക്ഷം എന്നുള്ളത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കാരണം കേരളത്തിൽ ഒരിക്കലും താമര വിരിയില്ല എന്ന്, കേരളത്തിൽ ഒരു സീറ്റ് പോലും ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി പിടിക്കില്ല എന്ന് വളരെ വലിയ വായിൽ പ്രസംഗിച്ചവരാണ് ഈ കമ്മികളും കൊങ്ങികളും ഒക്കെ. പക്ഷേ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ 3 കസേര ഇട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിരിക്കുന്നത്. അതൊക്കെ പോരാഞ്ഞിട്ടാണ് തലസ്ഥാന നഗരത്തിന്റെ കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഭരിക്കുന്നത്. ഇതുപോലൊരു മേയറെ, ഇതുപോലൊരു ഭരണാധികാരിയെ ഞങ്ങളുടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും VVയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം കേരളത്തിലെ ഒരു കോർപ്പറേഷനും, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പോകട്ടെ, കേരളത്തിലെ ഒരു കോർപ്പറേഷനും ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ഓണത്തിന് തലസ്ഥാന നഗരം കണ്ടത് എന്ന് വേണം പറയാൻ. അത് തലസ്ഥാനത്തെ ഓരോ ജനങ്ങളുടെയും കാര്യത്തിൽ പോകട്ടെ, കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ കാര്യത്തിൽ പോകട്ടെ, നഗരത്തിന്റെ എല്ലാ സംവിധാനങ്ങളിലും പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ഓണക്കാലമാണ് വളരെ സുരക്ഷിതമായി അതിമനോഹരമായി കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. അതിന് VV രാജേഷിന് നിറഞ്ഞ കയ്യടികളാണ് കേരളം ഒട്ടാകെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പമാണ് K. സുരേന്ദ്രൻ നടത്തിയൊരു പ്രസ്താവന ഇതുകൊണ്ട് വളരെ ശ്രദ്ധേയമാകുന്നത്. കേരളത്തിലെ അടുത്ത രാഷ്ട്രീയ പോരാട്ടം UDFും BJPയും തമ്മിലായിരിക്കുമെന്നും LDF അപ്രസക്തമാകുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രസ്താവന വെറും ഒരു BJP നേതാവിന്റെ രാഷ്ട്രീയ അവകാശവാദമായി തള്ളിക്കളയുന്നവരുണ്ടാകാം, ആയിക്കോട്ടെ. പക്ഷേ അതിന് പിന്നിലെ രാഷ്ട്രീയ കണക്കുകൂട്ടൽ അത് അവഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം 10 വർഷത്തെ ഇടത് ഭരണത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തി. മറുവശത്ത് BJP കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്നത് വെറും വാചാലതയല്ല, അത് കണക്കുകളും രേഖകളും നിയമസഭയിലെ കസേരകളും ഉറപ്പിച്ച ഒരു കാര്യമാണ്. അതിനിടയിൽ LDFന്റെ രാഷ്ട്രീയ ഇടം ചുരുങ്ങിയാൽ കേരളത്തിന്റെ രാഷ്ട്രീയം സ്വാഭാവികമായും 2 ധ്രുവങ്ങളിലേക്ക് നീങ്ങും. അത് സംഭവിച്ചാൽ കേരളത്തിൽ അടുത്ത പോരാട്ടം പഴയ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഏറ്റുമുട്ടലായിരിക്കില്ല, അത് കോൺഗ്രസ് BJP ഏറ്റുമുട്ടലായിരിക്കും. അവിടെയാണ് സതീശൻ സർക്കാരിന്റെ അടുത്ത 100 ദിവസങ്ങളും അടുത്ത 1000 ദിവസങ്ങളും അതിനിർണായകമാകുന്നത്. കാരണം BJPയെ നേരിടാൻ കോൺഗ്രസിന് ഇനി CPMനെ തോൽപ്പിച്ചാൽ മാത്രം മതിയാകില്ല. ഭരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം, വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് വേണം, കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ടിടത്ത് ഏറ്റുമുട്ടുകയും കേരളത്തിന്റെ താൽപര്യത്തിനായി സഹകരിക്കുകയും വേണ്ടി വരണം. യുവാക്കൾക്ക് തൊഴിൽ നൽകണം, വ്യവസായം കൊണ്ടുവരണം, നിക്ഷേപം ആകർഷിക്കണം, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ദീർഘകാല പരിഹാരം കണ്ടെത്തണം. അവിടെയാണ് സതീശന് ഒരു വലിയ അവസരമുള്ളത്. പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ചെയ്തതിന്റെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കുക എന്നത് ആദ്യ പാഠം മാത്രമാണ്. അതിനു മുകളിൽ സ്വന്തം
ഭരണത്തിന്റെ മുദ്ര പതിപ്പിക്കുകയാണ് യഥാർത്ഥ പരീക്ഷ. കാരണം നേരിടാൻ പോകുന്നത് വെറും കമ്മികളെയല്ല, അന്തം കമ്മികളെയല്ല. ഇനി സതീശൻ നേരിടേണ്ടി വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തന്മാരായ നേതാക്കളെയാണ്. കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് ഇന്ന് കേരളത്തിൽ വിലയിരുത്താനുള്ള 3 നിയമസഭാ സാമാജികരുടെയും ഒപ്പം വി രാജേഷിന്റെയും ഒപ്പം നരേന്ദ്രമോദിയുടെയും പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ 5 വർഷത്തിനപ്പുറം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ സതീശന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതാരാണ് എന്ന് ചോദിച്ചാൽ മറ്റൊരു മറുപടിയുമില്ല, മറ്റൊരു ഉത്തരവുമില്ല. അത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്.